ാണ് ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാതെ കേരളം വെച്ചത്. പിന്നെ BBC തന്നെ അത് കറക്റ്റ് ചെയ്തു. ഇപ്പോൾ അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ. ഒന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. കേരളം ഒന്നാമതെത്തിയെന്നാണ് സർക്കാരിൻ്റെ ആദ്യ അവകാശവാദം. 2021 തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി. കാരണം ഒരുപാട് പേര് ഇത് മാനിപ്പുലേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. രണ്ടാമത് ഗവൺമെൻറ് പറയുന്നത് 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു 2000 പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം. 3 ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം കൂട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും. അപ്പോൾ ഈ 3 ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു. മിനിമം 1 ലക്ഷം രൂപ ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ GDP-യിലേക്കുള്ള കേരളത്തിൻ്റെ സംഭാവന ഗണ്യമായി വർദ്ധിച്ചേനെ. ഇത് 3.8 ആണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഇനി 3 ലക്ഷം സംരംഭങ്ങളിൽ ഒരു 50% ഈ GST രജിസ്ട്രേഷൻ്റെ പരിധിക്ക് താഴെ എടുത്ത് കൂട്ടും. എന്നാലും കേരളത്തിൽ ഒരു 1.5 ലക്ഷം പുതിയ GST രജിസ്ട്രേഷൻ വേണമല്ലോ. കേരളത്തിൽ കഴിഞ്ഞ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന GST രജിസ്ട്രേഷൻ എത്രയാണെന്നറിയാമോ? 30,000. അതിൽ പകുതിയും വന്നിരിക്കുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 40 ലക്ഷം എന്ന് പറയുന്ന GST രജിസ്ട്രേഷന് വേണ്ട അതിൻ്റെ അളവ് കവിഞ്ഞു വന്ന ബിസിനസ്സുകളുണ്ട്. 50 ലക്ഷമായിട്ടും 60 ലക്ഷമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കാത്ത ആളുകൾ എടുക്കാൻ നിർബന്ധിതരായി കാണും. അപ്പോൾ ഒരു 15,000 പോലും പുതിയ സംരംഭങ്ങളുടെ GST രജിസ്ട്രേഷൻ